ബാർസലോണയുടെ 10ാം നമ്പർ ജേഴ്സി അതിന്നും ലെജൻഡറി പ്ലെയേഴ്സ് അലങ്കരിക്കുന്നതാണ്. ആ നമ്പർ ജേഴ്സി അണിഞ്ഞിരുന്ന എല്ലാ ഫുട്ബോൾ പ്ലെയേഴ്സും ലോകം കണ്ട എക്കാലത്തെയും മികച്ച കളിക്കാരാണ്. മറഡോണയും റൊണാൾഡീഞ്ഞോ, റിവാൾഡോ എന്നിവരെല്ലാം തന്നെ മുൻപ് ബാർസലോണയിൽ 10ാം നമ്പർ ജേഴ്സിയാണ് അണിഞ്ഞിരുന്നത്. റൊണാൾഡീഞ്ഞോ ബാർസ വിട്ടതോടെ ആ 10ാം നമ്പർ ജേഴ്സി ഏറ്റവും അർഹനായിരുന്നത് സാക്ഷാൽ ലയണൽ മെസ്സിക്കായിരുന്നു. എന്നാൽ ഇപ്പോൾ ബാർസലോണയിൽ ലയണൽ മെസ്സി അണിഞ്ഞിരുന്ന ആ 10ാം നമ്പർ ജേഴ്സി ഇനി ലെമിൻ യമാലിന് മാത്രം സ്വന്തം. ഞങ്ങളുടെ 10 എന്ന അടിക്കുറിപ്പോടെ യമാലിനെ 10ാം നമ്പർ ജേഴ്സിയിൽ അവതരിപ്പിക്കുന്ന വീഡിയോ ബാർസ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ചിട്ടുണ്ട്. മെസ്സി ബാർസ വിട്ട് PSG പോയതിന് പിന്നാലെ 2021 മുതൽ അൻസു ഫാത്തി ആയിരുന്നു 10ാം നമ്പർ ജേഴ്സി അണിഞ്ഞിരുന്നത്. പലപ്പോഴും മെസ്സിയോട് താരതമ്യം ചെയ്യപ്പെട്ട യമാൽ മെസ്സിയെ പോലെ തന്നെ ബാർസയിലൂടെയാണ് വളർന്നു വന്നത്. 41ാം നമ്പർ ജേഴ്സി അണിഞ്ഞായിരുന്നു അരങ്ങേറ്റം. ക്ലബിനായി 100-ലധികം മത്സരങ്ങളിൽ നിന്ന് 25 ഗോളുകൾ നേടിയിട്ടുണ്ട്. 27ാം നമ്പർ ജേഴ്സി അണിഞ്ഞ് ഒരു സീസൺ കളിച്ച ശേഷം ഇക്കഴിഞ്ഞ വേനലിൽ 19ാം നമ്പർ ജേഴ്സിയിലും കളിച്ചു. 2005 മുതൽ 2008 വരെയുള്ള വർഷങ്ങൾക്കിടയിൽ മെസ്സിയുടെ ജേഴ്സി നമ്പറും 19 തന്നെയായിരുന്നു. പിന്നാലെയാണിപ്പോൾ മെസ്സിയുടെ അതിപ്രശസ്ത നമ്പറായ 10ാം നമ്പർ ജേഴ്സിയിലേക്ക് മാറുന്നത്. 10ാം നമ്പർ ജേഴ്സി അണിഞ്ഞിരുന്ന അൻസു ഫാത്തിക്ക് തുടർച്ചയായ പരിക്കുകൾ കാരണം ടീമിൽ ശോഭിക്കാൻ കഴിഞ്ഞിരുന്നില്ല. തുടർന്ന് ജൂലൈ ആദ്യത്തിൽ മൊണാക്കോയിലേക്ക് ലോൺ അടിസ്ഥാനത്തിൽ കൂടുമാറുകയായിരുന്നു. കഴിഞ്ഞ ജൂലൈ 13-നാണ് യമാലിന് 18 വയസ്സ് പൂർത്തിയായത്. ചെറുപ്രായത്തിൽ തന്നെ യമാൽ അവന്റെ സ്ഥാനം ലോക ഫുട്ബോളിൽ തന്നെ ഇതിനോടകം തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതിഹാസങ്ങളുടെ 10ാം നമ്പറിലൂടെ ഇനി ലെമിൻ യമാലും ശോഭിക്കട്ടെ.